നമസ്കാരം. എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാള വ്യാകരണം. നാമവിഭാഗം. നാമങ്ങൾ 3 തരം: ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. കുട്ടികളെ, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് എന്തെല്ലാമാണ്? ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നു പൂച്ചയെ കാണുന്നു, 2 പൂച്ചകളെ കാണുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ മരം കാണുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും കാണുന്നു. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ പേരുകൾ വെച്ചിട്ടല്ലേ നമ്മൾ പറയുന്നേ? ആൺകുട്ടി, പെൺകുട്ടി, മരം, പൂച്ച, ഇതെല്ലാം ഓരോ പേരുകളാണ് അല്ലേ? ഈ പേരുകളെ നമ്മൾ മുൻപ് നമുക്കറിയാമല്ലോ. ഈ പേരുകളെ നമ്മൾ നാമം എന്നാണ് പറയുന്നത്. നാമം. നമ്മൾ ഇന്ന് നാമം എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. നാമം ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ അവസ്ഥയുടെയോ പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു. ഉദാഹരണം: മരം, കല്ല്, വിജയം, ഉറക്കം, ഓട്ടം. ഇതെല്ലാം നാമത്തിൽ പെടുന്നു. നാമം എന്നതിനെ ഇംഗ്ലീഷിൽ പറയുക നൗൺ എന്നാണ്. നൗണിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഒരു വ്യക്തിയുടെ പേര്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് നാമത്തിൽ പെടുന്നു. അതുപോലെ വസ്തു, കല്ല്, പുസ്തകം, പേന എല്ലാം നാമത്തിൽ പെടുന്നു. ഇതിന്റെ എല്ലാം പേരിനെയാണ് നാം നാമം എന്ന് പറയുന്നത്. അവസ്ഥ, വിജയം, തോൽവി, ഇതെല്ലാം ഓരോ അവസ്ഥകളാണ്. അതുപോലെ തന്നെ ഉറക്കം, ഓട്ടം, ചാട്ടം, നടത്തം, ഇതെല്ലാം ഓരോ അവസ്ഥകളാണ്. ഈ അവസ്ഥകളെ പറയുന്ന പേരിനെ, പേരായ ശബ്ദത്തെ നമ്മൾ നാമം എന്ന് പറയുന്നു. നാമം എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. നാമം 3 വിധമാണ്. ഒന്നാമത്തെ ദ്രവ്യനാമം. എന്തെങ്കിലും ഒരു വസ്തുവിന്റെ പേരിനെ കുറിക്കുന്നതാണ് ദ്രവ്യനാമം. ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ എന്തിനേയും ഇതിൽ ഉൾപ്പെടുത്താം. ഉദാഹരണം: ഗാന്ധിജി, രാമൻ, പേന, വാതിൽ. പേന, വാതിൽ എന്നിവ ജീവനില്ലാത്ത വസ്തുക്കളും ഗാന്ധിജി, രാമൻ എന്ന് പറയുന്നത് ജീവനുള്ള മനുഷ്യ വ്യക്തികളുമാണ്. അതിനാൽ ജീവനുള്ളതും ഇല്ലാത്തതുമായ എന്തിനേയും ഇതിൽ ഉൾപ്പെടുത്താം. രണ്ടാമത്തെ ഗുണനാമം. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഗുണത്തെയോ സവിശേഷ സ്വഭാവത്തെയോ കാണിക്കുന്നതാണ് ഗുണനാമം. ഉദാഹരണം: അഴക്, മിടുക്ക്, ബുദ്ധി. മൂന്നാമത്തെ ക്രിയാനാമം. ഒരു പ്രവൃത്തിയെ കുറിക്കുന്നതാണ് ക്രിയാനാമം. ക്രിയയിൽ നിന്ന് ഉണ്ടാകുന്ന നാമമാണ് ക്രിയാനാമം. ഉദാഹരണം: പഠിപ്പ്, കാഴ്ച, ഓട്ടം, ചാട്ടം. ഇവയെല്ലാം പ്രവൃത്തിയെ കുറിക്കുന്നതാണ്. AFL നാമങ്ങളെ തരംതിരിക്കുക. എഴുതിയിരിക്കുന്ന പേരുകളെ അടിസ്ഥാനമാക്കി നാമങ്ങളെ തരംതിരിക്കണം. പക്ഷി ദ്രവ്യനാമം. സത്യം, തിളക്കം, മണ്ണ്, നടപ്പ്, ഓട്ടം, ഉറക്കം, ഇവയിലെ നാമങ്ങളെ ഏതെന്ന് തരംതിരിക്കുക.